യുദ്ധം നിർത്താൻ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകണം. പ്രധാന റഷ്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ സാധിക്കുന്ന ആയുധങ്ങൾ അതിന് ആവശ്യമാണ്. ദീർഘദൂര മിസൈലുകൾ പാശ്ചാത്യ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ട് ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്ന കാര്യം യുഎസിന്റെ പരിഗണനയിലുണ്ട് എന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾക്കായി ഉക്രൈൻ യുഎസിനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക എന്നും ജെ.ഡി. വാൻസ് വ്യക്തമാക്കി. അകലെയുള്ള പ്രധാന റഷ്യൻ നഗരങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നൽകണമെന്ന് വളരെ കാലമായി ഉക്രൈൻ പാശ്ചാത്യ പങ്കാളി രാജ്യങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട്. റഷ്യയുടെ സൈനിക ശക്തിയെ ദുർബലപ്പെടുത്താനും യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കുന്നതിനും ഇത് സഹായകരമാകുമെന്നാണ് ഉക്രൈന്റെ വാദം. ഉക്രൈൻ യുഎസിൽ നിന്നും ദീർഘദൂര മിസൈലുകൾ ലഭിക്കുകയാണെങ്കിൽ റഷ്യയ്ക്ക് കനത്ത തിരിച്ചടി നൽകുമെന്ന് ഡെപ്യൂട്ടി പ്രതിരോധ മന്ത്രി ഇവാൻ ഹാവ്രിലിയൂക്ക് വ്യക്തമാക്കിയിരുന്നു. ഈ നടപടി ഉണ്ടായാൽ യുദ്ധം തുടരുന്നതിനായി റഷ്യയ്ക്ക് വൻ ചിലവ് വഹിക്കേണ്ടി വരും. ഇതോടെ സമാധാന ചർച്ചകൾ പുനരാരംഭിക്കാൻ റഷ്യ തയ്യാറായേക്കുമെന്നാണ് ഉക്രൈൻ വിശ്വസിക്കുന്നത്. ഉക്രൈൻ സംഘർഷം ഒരു അതിർത്തി തർക്കത്തിൽ ഒതുങ്ങുന്നതിനു പകരം റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലേക്ക് നീങ്ങാനുള്ള അപകടകരമായ സൂചനകളാണ് അന്താരാഷ്ട്ര തലത്തിൽ നിന്നും പുറത്തുവരുന്നത് എന്ന് വിലയിരുത്തൽ. ഉക്രൈന് ദീർഘദൂര ടോമോഹോക്ക് മിസൈലുകൾ ലഭ്യമാക്കുന്നതിനെക്കുറിച്ച് അമേരിക്കൻ ഭരണകൂടം സജീവമായി ആലോചിക്കുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസിന്റെ ഈ വെളിപ്പെടുത്തൽ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ നീക്കം പാശ്ചാത്യ ശക്തികൾ നടത്തുന്ന പ്രകോപനത്തിന്റെ ഏറ്റവും പുതിയതും അതീവ ഗുരുതരവുമായ ഘട്ടമായി വിലയിരുത്തപ്പെടുന്നു. മിസൈലുകൾക്ക് 2500 കിലോമീറ്റർ വരെയാണ് ദൂരപരിധി. കൂടാതെ ആണവ പോർമുനകൾ വഹിക്കാനുള്ള ശേഷിയുമുണ്ട് എന്ന വസ്തുത നിലവിലെ സാഹചര്യത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുകയാണ്. ന്യൂയോർക്കിൽ നടന്ന UN ജനറൽ അസംബ്ലിക്കിടെ ഉക്രൈന്റെ വ്ളാഡിമിർ സെലൻസ്കി നേരിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് ടോമോഹോക്ക് മിസൈലുകൾക്കായി അഭ്യർത്ഥിച്ചതായി വാൾസ്ട്രീറ്റ് ജേർണൽ ഉൾപ്പെടെയുള്ള പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ട്രംപ് ഈ ആശയത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല, റഷ്യൻ പ്രദേശത്തേക്ക് വളരെ ഗാഢമായ ആക്രമണം നടത്താൻ അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കാൻ തയ്യാറാണെന്നും പറഞ്ഞു. ഇത് സ്ഥിതി കൂടുതൽ വഷളാക്കുന്ന ഒരു തീരുമാനമായി. അമേരിക്ക മറ്റ് നാറ്റോ അംഗങ്ങൾക്ക് മിസൈലുകൾ വിറ്റ് അതുവഴി ഉക്രൈനെ കൈമാറ്റം ചെയ്യാൻ ആലോചിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ഞങ്ങൾ അത് പരിഗണിക്കുന്നുണ്ട് എന്നായിരുന്നു വൈസ് പ്രസിഡന്റ് വാൻസിന്റെ മറുപടി. ട്രംപിന്റെ പ്രത്യേക ദൂതൻ കീത്ത് കെല്ലോഗ് തീരുമാനമെടുത്തിട്ടില്ല എന്ന് പറഞ്ഞുവെങ്കിലും സെലൻസി ടോമോഹോക്കുകൾ ആവശ്യപ്പെട്ട കാര്യം അദ്ദേഹം സ്ഥിരീകരിച്ചു. ട്രംപ് ഭരണകൂടം മുൻപ് ടോമോഹോക്കുകൾ നൽകുന്നതിനെ എതിർത്തിരുന്നു എങ്കിലും ഇപ്പോൾ നിയന്ത്രണങ്ങൾ നീക്കാനുള്ള ട്രംപിന്റെ സന്നദ്ധത സംഘർഷം വർദ്ധിപ്പിക്കാനുള്ള അമേരിക്കൻ താൽപര്യമാണ് വെളിപ്പെടുത്തുന്നത്. ഉക്രൈനിലേക്കുള്ള പാശ്ചാത്യ ആയുധ വിതരണം മുൻനിരയിലെ സ്ഥിതിഗതികളിൽ മാറ്റമുണ്ടാക്കില്ല എന്നും അത് സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുമെന്നും റഷ്യ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത്തരം നീക്കങ്ങൾ റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് നയിച്ചേക്കാം. 2024 നവംബറിൽ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പാശ്ചാത്യ ലോകം പ്രകോപിപ്പിച്ച ഉക്രൈനിലെ പ്രാദേശിക സംഘർഷം ആഗോള സ്വഭാവമുള്ള ഘടകങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞു. പിരിമുറുക്കങ്ങൾ കൂടുതൽ രൂക്ഷമായാൽ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പാശ്ചാത്യ പിന്തുണക്കാരുടെ അനുമതി ലഭിച്ചതിനെ തുടർന്ന് അമേരിക്കൻ നിർമ്മിത ATACMS ഹിമാർഷ് സംവിധാനങ്ങൾ, ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകൾ എന്നിവ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്തിന്റെ ഉള്ളിൽ ഉക്രൈൻ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഈ മുന്നറിയിപ്പുകൾ വന്നത്. ഉക്രൈന് ദീർഘദൂര മിസൈലുകൾ നൽകുന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഉത്തരം നൽകാതെ വിടാൻ സാധിക്കില്ലെന്നും റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഉക്രൈന് ടോമോഹോക്ക് മിസൈലുകൾ നൽകാനുള്ള അമേരിക്കയുടെ ആലോചന എന്തായാലും അതീവ അപകടകരമായ ഒരു കളിയിലെ അടുത്ത നീക്കമാണ്. ഇത് റഷ്യ അതിന്റെ സുരക്ഷാ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതമാക്കും. പാശ്ചാത്യ മാധ്യമങ്ങളുടെയും സെലൻസ്കിയുടെയും നിരന്തരമായ പ്രകോപനങ്ങൾക്ക് പിന്നിൽ റഷ്യ ഒരു നേരിട്ടുള്ള നാറ്റോ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കാനുള്ള ഗൂഢലക്ഷ്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ അശ്രദ്ധമായ തീരുമാനങ്ങൾ പ്രാദേശിക സംഘർഷത്തെ ആഗോളതലത്തിലുള്ള ഒരു ഭീഷണിയായി ഉയർത്താനുള്ള സാധ്യതകളെയാണ് സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.